പട്ടാമ്പിയിൽ അഴുക്കുചാലിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് പരന്നൊഴുകുവാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. റോഡിൽ മലിനജലം കെട്ടിനിൽക്കുന്നത് മൂലം യാത്രക്കാരും വ്യാപാരികളുമെല്ലാം വലിയ ദുരിതത്തിലായിരുന്നു. ഇതേക്കുറിച്ച് ACV ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. മലിനജലം അഴുക്കുചാലിൽ നിന്നും റോഡിലേക്ക് വരുന്നത് തടയാനാവശ്യമായ നടപടികളാണ് ഇവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചു വരുന്നത്. വാട്ടർ അതോറിറ്റിയുടെയും നഗരസഭയുടെയും KRFBയുടെയും എല്ലാം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ചർച്ചയും നടത്തുകയുണ്ടായി. തുടർന്നാണ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. അഴുക്കുചാലിൽ വെള്ളം കെട്ടിനിന്ന് മലിനജലം വലിയ തോതിലാണ് റോഡിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയതയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു ആക്ഷേപം. ഏറെക്കാലമായി വ്യാപാരികളും പട്ടാമ്പിയിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് മൂലം വലിയ ദുരിതത്തിലാണ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഴുക്കുചാലിന്റെ നിർമ്മാണത്തിന്റെ മന്ദഗതി കാരണം വലിയ രീതിയിലുള്ള മാലിന്യ വെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്ന സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായി അതിന്റെ അളവ് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ഇന്ന് റോഡ് പരന്നൊഴുകുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്തതിന്റെ ഭാഗമായി KRFBയുടെ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിക്കുകയും കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചതിന്റെ ഭാഗമായി അടിയന്തരമായി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ 2 മണിക്ക് ശേഷം വണ്ടി അവർ പറഞ്ഞയച്ച് ഇപ്പൊ ചാലിന്റെ താൽക്കാലികമായി ചാല് പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ മഴക്കാല രോഗങ്ങളെല്ലാം പെരുകുന്ന ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തെ ചാലിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അഴുക്കുചാലിൽ നിന്നുള്ള മലിനജലവും റോഡിലേക്ക് പരന്നൊഴുകുന്നത്. ഇതേ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുവാൻ രംഗത്തിറങ്ങിയത്.